ഒറ്റയടിക്ക് ഇല്ലാതാക്കാമെന്ന വ്യാമോഹത്തോടെ യുദ്ധത്തിന് തിരികൊളുത്തിയ അമേരിക്കയും ഇസ്രായേലും ഇന്ന് സ്വന്തം കണക്കുകൂട്ടലുകൾ പിഴച്ച് നിലംപരിശായി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ അടിയറവ് പറയിക്കാമെന്ന് കരുതി കളത്തിലിറങ്ങിയവർക്ക് മുന്നിൽ ഇറാന്റെ പോരാട്ട വീര്യത്തിന് 1% പോലും കോട്ടം തട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, വൻ ശക്തിയുടെ ആയുധപ്പുരകൾ ഓരോന്നായി വിജനമാകുകയും ചെയ്യുന്നു. യുദ്ധം നീണ്ടുപോകും തോറും ഇറാന്റെ സഹനശക്തിക്കും പ്രത്യാക്രമണ ശേഷിക്കും മുന്നിൽ അമേരിക്കൻ തന്ത്രങ്ങൾ അടിപതറിക്കൊണ്ടിരിക്കുകയാണ്. പെന്റഗണിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈലുകളെയും ഒന്നൊന്നായി നിഷ്പ്രഭമാക്കി ഇറാൻ തങ്ങളുടെ പരമാധികാരം ഊട്ടി ഉറപ്പിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടം ആകെ ഹാലിളകിയ അവസ്ഥയിലാണ്. ഇപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയുരുക എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാത്രം ആവശ്യമായി മാറിയിരിക്കുന്നു. വരാനിരിക്കുന്ന അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കടുത്ത ജനരോഷവും സാമ്പത്തിക സമ്മർദ്ദവും ട്രംപിന് രാഷ്ട്രീയപരമായി വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്വന്തം രാജ്യത്ത് വോട്ട് ബാങ്ക് തകരുമെന്ന ഭയവും ആയുധശേഖരത്തിന്റെ ക്ഷാമവും ട്രംപിനെ വെടിനിർത്തലിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കുകയാണ്. യുദ്ധം തുടങ്ങിയവർ തന്നെ അത് അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ വഴികൾ തേടുന്ന കാഴ്ച. ഇറാന്റെ വമ്പൻ നയതന്ത്ര സൈനിക വിജയത്തിന്റെ മാസ് വിളംബരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധകളത്തിൽ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് മുന്നിൽ നയതന്ത്രപരമായും സൈനികപരമായും ഇറാൻ വ്യക്തമായ മേൽക്കൈ നേടുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഈ യുദ്ധം ആര് തുടങ്ങിയോ, എന്തിനാണോ തുടങ്ങിയത്, അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച് കാലിടറുന്ന അവസ്ഥയിലാണ് നിലവിലെ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുമെന്നും എന്നാൽ യുദ്ധം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ വ്യക്തമാക്കിയപ്പോൾ അത് ഇറാന്റെ ആത്മവിശ്വാസത്തിന്റെയും സ്വയം പ്രതിരോധ ശേഷിയുടെയും സാക്ഷ്യപത്രമായി മാറുകയായിരുന്നു. മധ്യസ്ഥ ചർച്ചകൾക്ക് ഇറാൻ അപേക്ഷിച്ചുവെന്നും അത് പുരോഗമിക്കുകയാണെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ പരസ്യമായി തള്ളിക്കളഞ്ഞത് അമേരിക്കയുടെ വ്യാജ പ്രചാരണങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ഇത് അമേരിക്കയുടെ ആവശ്യമാണ്. വാഷിംഗ്ടണുമായി യാതൊരുവിധ നേരിട്ടുള്ള ചർച്ചകളും നടക്കുന്നില്ല എന്ന് ടെഹ്റാൻ വ്യക്തമാക്കിയതോടെ ട്രംപിന്റെ വാദങ്ങളിലെ പൊള്ളത്തരം ആഗോളതലത്തിൽ തുറന്നു കാട്ടപ്പെട്ടു. വരുന്ന നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പും ഉയർന്ന ഇന്ധനവിലയും യുദ്ധത്തിനെതിരെയുള്ള അമേരിക്കൻ പൊതുജന വികാരവും ട്രംപിനെ വലിയ നയതന്ത്ര സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്കിടെ ഭീഷണികൾ മുഴക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്ന അമേരിക്കയുടെ നിലപാട് അവരുടെ ആഗോള സ്വാധീനം കുറയ്ക്കുകയും ചർച്ചകളിൽ ഇറാന്റെ ബാർഗെയിനിങ് ശക്തി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം തുടരുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യവും കപ്പലുകളും കനത്ത നാശനഷ്ടങ്ങളും അപകടങ്ങളും നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ സൈനിക ഉപദേശകൻ മൊഹസൻ റസായി നൽകിയ കനത്ത മുന്നറിയിപ്പ് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി എത്രത്തോളം കടുപ്പമേറിയതാണെന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതിനു പുറമെ കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഉക്രൈൻ പരസ്യമായി മാപ്പ് അപേക്ഷിച്ചതും തുടർന്ന് അവിടെ നടത്താനിരുന്ന തിരിച്ചടി പദ്ധതികൾ ഇറാൻ റദ്ദാക്കിയതും സൈനിക രംഗത്ത് ഇറാന്റെ സമ്മർദ്ദ തന്ത്രം ലക്ഷ്യം കണ്ടു എന്നതിന്റെ തെളിവ് തന്നെയാണ്. നയതന്ത്ര രംഗത്തും ഇറാൻ സ്വാധീനം വ്യക്തമായി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാഖുമായുള്ള നയതന്ത്ര ബന്ധം എക്കാലത്തെയും മികച്ച ഘട്ടത്തിലാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിൽ ഇറാന്റെ സഖ്യങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ മുഖേന പൂർണ്ണമായും അനുകൂലമായ വ്യവസ്ഥകളിൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ശക്തമായ നിലപാടാണ് ഇറാൻ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിനിടെ ഇസ്രായേലിനും അമേരിക്കൻ താല്പര്യങ്ങൾക്കുമെതിരെയുള്ള പ്രാദേശിക പ്രതിരോധ നീക്കങ്ങളും ശക്തമായി തുടരുകയാണ്. സൗദി അറേബ്യയിലെ നജ്റാൻ വിമാനത്താവളത്തിലെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂത്തികൾ പ്രഖ്യാപിച്ചതും ഇതിന്റെ ഭാഗമായിട്ടാണ്. മറുവശത്ത് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ലബനോനും ഇസ്രായേലും തമ്മിൽ 7ാം ഘട്ട നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഈ നീക്കങ്ങൾ ലബനോന് അപമാനവും നിരാശയും അനാവശ്യ വിട്ടുവീഴ്ചകളും അല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല എന്നാണ് ഹിസ്ബുള്ള തുറന്നടിച്ചത്. ഗാസയിലെ സ്ഥിരത ലക്ഷ്യമിട്ടിട്ടുള്ള ബോർഡ് ഓഫ് പീസ് കരാറുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വന്നത് ശത്രുപാളയത്തിലെ ആഭ്യന്തര ഭിന്നത വെളിവാക്കുന്നത് തന്നെയായിരുന്നു. 2023 ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബു ഷരീഫ്, ഹുസൈന കുടുംബങ്ങളിലെ 112 പേരുടെ മൃതദേഹങ്ങൾ ഫലസ്തീനുകൾ അടക്കം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആഗോള രോഷം
ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും നയങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഉപരോധങ്ങളും ഭീഷണികളും ഉപയോഗിച്ച് ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയവർക്ക് കൃത്യമായ മറുപടിയാണ് ടെഹ്റാനും പ്രതിരോധ സഖ്യങ്ങളും നൽകുന്നത്. പ്രതിരോധ മേഖലയിലും നയതന്ത്ര തലത്തിലും വ്യക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇറാൻ തന്ത്രപരമായ നിലപാടുകൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഈ യുദ്ധം ആരാണോ തുടങ്ങിയത് അവർ തന്നെ ഇത് അവസാനിപ്പിക്കണം, അല്ലാതെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്.